ഹലോ മൈ ഹബീബീസ്, വെൽക്കം. അപ്പം ഇന്ന് വേറെ ഒരു പണിയില്ലായിരുന്നപ്പോഴാണ് മുടി വെട്ടിയിട്ട് വരാൻ വിചാരിച്ചു. മുടിയൊക്കെ ഒന്ന് വളർന്നു കിടക്കും. മനസ്സ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ട് നിൽക്കണം. വെട്ടണ്ടേ. നമ്മൾ മുടി വെട്ടണ ദിവസം നമ്മൾ മുടിയൊക്കെ ലുക്കായിരിക്കും, എന്താ പറയുക. പിന്നെ കുറച്ച് നേരം കണ്ണാടിയൊക്കെ നോക്കിയിട്ട് മുടി വെട്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പോകുന്ന വേറെ ഒന്നുമില്ല, നമ്മളെ പടക്കുതിരെ തന്നെ. പിന്നെ വെളിയിലൊക്കെ നല്ല വെയിലുണ്ടായിരുന്നു. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കി, അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കണം, അല്ലെങ്കിൽ ഏതെങ്കിലും വണ്ടി നമ്മളെ കൊളുത്തി എടുത്തോളം പോകും. അതിനുശേഷം സൈക്കിളോട്ട് പോയിട്ട് നമ്മൾ സ്കൂളിൽ പെയിൻറ്റിങ് പരിപാടിയൊക്കെ നടക്കുന്നുണ്ട്. പിന്നെ കുറച്ച് നേരം അതൊക്കെ നോക്കി അവിടെ ഒരു നീരാളിയൊക്കെ ഉണ്ടാക്കി വെച്ചേക്കണേ. കുറച്ച് നേരം പെയിൻറ്റിൻ്റെ മണമൊക്കെ ആസ്വദിച്ച് നിന്നിട്ട് വണ്ടി എടുത്തിട്ട് നേരെ കടയിലോട്ട് വിട്ടു. കടയിൽ നല്ല തിരക്കുണ്ടായിരുന്നു. പിന്നെ കുറച്ച് ഒരു മണിക്കൂറോളം അവിടെ തന്നെ നിന്നു. അങ്ങനെ നമ്മളെ അവസരമെത്തി. കസേര കയറി ഇരുന്നു. എന്നാലും തലയിൽ താമര പോവുക. അങ്ങനെ കുറച്ച് നിമിഷങ്ങൾക്ക് ശേഷം നമ്മൾ മുടി വെട്ടിക്കഴിഞ്ഞിരിക്കും. ആഹാ, മുടുക്കനായിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ നേരെ തിരിച്ച് സൈക്കിൾ എടുത്തുകൊണ്ട് പോയി. പോകണമെങ്കിൽ നല്ല ദാഹമായതുകൊണ്ട് ജുനീറാമ്പള കടയിൽ കയറി ഒരു സോഡ വെള്ളം കുടിച്ചിട്ടാണ് നമ്മൾ പോയത്. നമ്മളെ പുതിയ വഴിയിട്ട് ആറിട്ടിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് അതുവഴി തന്നെ പോയി. നല്ല കാറ്റുണ്ടായിരുന്നു. നീളം വെയിൽ തേങ്ങാകുലകൾ ആടുന്നതൊക്കെ നോക്കി വീട്ടിലോട്ട് നേരെ പോയി. പിന്നെയാണ് ടാസ്ക്. വീട്ടിൽ പോയി കുറച്ച് തുണിയുടെ കഴിവുണ്ട്. പിന്നെ അതൊക്കെ ഒന്നിട്ട് അലക്ക് കല്ലിലിട്ട് ഈ കല്ലിലടിച്ച് കഴിവല്ലൊരു ഇത് കിട്ടുള്ളൂ. അതാണ് ശീലവും. അങ്ങനെ ചെയ്യുമ്പോൾ സ്പീഡിനെ കഴുകാൻ പറ്റുള്ളൂ. പിന്നെ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തിരിച്ച് മറിച്ച് അടിച്ചും കലക്കിയെടുത്ത് പിഴിഞ്ഞൊക്കെ എടുത്തതിന് ശേഷം എല്ലാത്തിനും കൂടി ശശയെ കയറ്റിയിട്ടുണ്ട്. പിന്നെ നേരെ കുളിക്കാൻ പോയി. ആഹാ, ലുക്കേഷ് കനകരാജ്. പച്ചമാങ്ങയല്ല, നല്ല തണുത്ത പഴുത്ത മാങ്ങയുടെ ജ്യൂസും കുടിച്ച് നമ്മളങ്ങനെ ഇരുന്നു. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോ കാണാം. കുറുമ്പി പെണ്ണേ എൻ കണ്ടേ കറുത്ത വിഴി ഇളകണതെന്തടി കള്ളി കരിങ്കള്ളി.